ചേട്ടൻ അവിടെ പറമ്പിലുണ്ട്, വെള്ളം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനും ജഗ്ഗു അങ്ങോട്ട് പറമ്പിലേക്ക് പോവാം. ഇവിടെ സുമേഷ് ഫെൻസിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. മെറ്റീരിയലൊക്കെ ഇറക്കി കട്ടിങ്. സുമേഷ് മാത്രമല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണി വരയ്ക്ക് 37 ഡിഗ്രി ചൂടിൽ വെന്തുരുകിയിട്ടുണ്ടായിരുന്ന നമ്മൾ പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ഒരു മഴക്കാരും വന്നു, അതിൻ്റെ ഒപ്പം നല്ല കാറ്റ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്, പക്ഷെ പേടിയാവുന്നുണ്ട് വല്ലതും തലയിൽ വന്ന് വീഴാവോ വെച്ചിട്ടേ. ഇമ്രാൻ നിലവിളിക്കുന്നുണ്ട്. ഇതിലേ ഒരു പയറ നട്ടുവരുന്നേ, പയറുണ്ടായിരുന്നു. പയറിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ. ഒരു കൃഷി കഴിയുമ്പോൾ ഓരോന്നും കഴിയില്ലോ. അപ്പോൾ ഞാൻ കുറേ ചീര അവിടെ മുളച്ചിട്ടുണ്ട്. ചുവപ്പ് ചീര കേട്ടോ, ചുവപ്പ് ചീര. അപ്പോൾ ചുവപ്പ് ചീരക്കുള്ളൊരു തടം സെറ്റാക്കണത് ശരിക്ക് ഒരു മരുഭൂമി പോലെയില്ല. ഇവിടെ തൊട്ട് നടാൻ പോണേ. ഇവിടെ ചീരാറി ചീര തൈകളുണ്ട് അവിടെ നിറച്ചത്. ചുവപ്പ് ചീര തൈകൾ കുറെ മുളച്ചിട്ടുണ്ട്. പച്ച പിന്നെ തന്നെ ഇങ്ങോട്ട് മുളയ്ക്കും. ചുവപ്പും തന്നെ മുളച്ചു. അതെ, പക്ഷെ വെള്ളം ഇറങ്ങണില്ല അല്ലേ ഭൂമിയിലേക്ക്. പാറ പോലെ 2 കേബേജും കൂടി ഉണ്ടല്ലോ നീയേ. അപ്പോൾ ചൂലുണ്ട് അവിടെ നിന്ന് വെറുപ്പായി മിറ്റടിക്കില്ല. അടിക്കാം. മിറ്റടിക്കില്ല, മറ്റേ സാധനം. മഴ ചിലപ്പോ പെയ്യില്ല ഇന്ന് രാത്രി. പെയ്താ മഴയ്ക്ക് നല്ലത്. മഴയ്ക്ക് നല്ലതാ, നമുക്ക് നല്ലത്. ജീവജാലങ്ങൾക്കൊക്കെ നമുക്കൊക്കെ AC ഇട്ട് കെടുക്കാലോ. പാവം പക്ഷി മൃഗാദികൾ ചൂടുകൊണ്ട് അവര് മീൻ കുളത്തിന്ന് ഓടിപ്പിച്ച് വിട്ടാ നീർക്കോലി അതിൽ എന്നെ വന്ന് കെടുക്കുന്നുണ്ട്. പക്ഷികളുടെ കാര്യം പറയരുത്. അല്ല, പക്ഷികൾക്ക് അവർക്ക് എവിടെയാണ് ആവാസ വ്യവസ്ഥയെല്ലാം വെച്ചാൽ അവർക്ക് അവിടേക്ക് പോവാ അറിയാം. അത് ദേശാടന പക്ഷികളല്ലേ പോവാ. ഇപ്പൊ കുവൈറ്റിലാണ് കണ്ടില്ലേ? അയ്യോ സോറി. കുവൈറ്റില് നമുക്ക് മൈനുകളെ ഭയങ്കര ഇഷ്ടമല്ലേ? കുവൈറ്റില് മൈനുകളുടെ എണ്ണം കൂടിയിട്ട് അവറ്റങ്ങളെ എണ്ണം കുറയ്ക്കാനായിട്ട് കുവൈറ്റ് ഗവൺമെന്റ് ആണ് ഒരു നടപടി എടുത്തിട്ടുണ്ട്. 2600 ചില്ലറ കൂട്ടത്തോടെ കൊന്നൊടുക്കാണോ? കൂട്ടത്തോടെ കൊന്നെടുക്കല്ലേ, എന്തോ സംഗതിയുണ്ട്. നമുക്ക് മൈനകള് അടിപൊളിയില്ല. മൈനകൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇരട്ട മൈനനെ കാണുമ്പോ എന്തോ സന്തോഷിക്കാനുള്ള കാര്യം ഉണ്ടാവും. അങ്ങനെ ആലോചിച്ചൊരു സന്തോഷം അല്ലാണ്ട് ഒന്നുമില്ല. അല്ല, അവറ്റങ്ങൾ പക്ഷികളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ഈ സാംക്രമിക രോഗങ്ങളില്ലേ, മലേറിയ തേങ്ങ വാങ്ങിക്കുക, അതൊക്കെ അവിടേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് എണ്ണം കുറയ്ക്കുന്നത്. അല്ലാണ്ട് മൈനുകൾ ഇപ്പോൾ 2000 കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 2500 മൈനുകൾ ഉണ്ടെങ്കിൽ ഒരു തേങ്ങിന് കുഴപ്പം. മനസ്സിലായില്ലേ? നമ്മുടെ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ അവിടേക്ക് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, അവിടെ ഒരു 500 മൈനുണ്ട്. ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ അവിടെ ഒറ്റ മൈനില്ല, അതിൻ്റെ അപ്പുറത്താണ് കാണാൻ പറ്റുക. പരീക്ഷയ്ക്ക് പോകുമ്പോ ഒറ്റ മൈനേനെ കണ്ടാ ജഗ് പറയും കാര്യമില്ല, പഠിച്ചതൊക്കെ വേസ്റ്റായി, ഇനിയിപ്പോ പരീക്ഷ എളുപ്പമുണ്ടാവില്ല. അതെങ്ങനെയാ ഇത് നമ്മൾ തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള ഈ മൈനുകൾ അന്ധവിശ്വാസം കാരണമാണ് അവർക്കും ഒരു തോന്നല്. അല്ലെങ്കിൽ ജഗുവിനെ പോലുള്ള പണ്ടുള്ള തലമുറയാണത് ശരിക്കും കൈകാര്യം ചെയ്തു വന്നോടുന്നേ. പേടിയാണ് കാറ്റൂതുമ്പോ. നമ്മള് നാളെ ഇട്ടത് നന്നായി അല്ലേ ഈ പറമ്പിലത്തെ. ചീര കണ്ട, ചീര ഈ പച്ച ചീരയില്ലേ വാണം വെച്ച പോലെ വലുതാ. കണ്ടത് ഓരോ കതിരായില്ലേ? കതിരായി കണ്ട. സബ്സ്ക്രൈബേഴ്സ് പച്ചക്കറി ആവശ്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ വരാണെങ്കിൽ ഇതൊക്കെ അരിഞ്ഞു കൊടുക്കാൻ. അയ്യോ, എനിക്ക് അമ്മയുടെ എന്നും ചീത്ത വെക്കും.
ഇഷ്ടം പോലെ ചീരിയുണ്ട്, ഇഷ്ടം പോലെ ചീരിയുണ്ട്. ഇത് പറച്ചിലുള്ള കുണം തരുന്നില്ലേ മറന്നിട്ടാ. ഈ എല്ലാം കഴിഞ്ഞ തടങ്ങൾ വൃത്തിയാക്കിയാല കൃഷി സ്ഥലം ഭംഗിയാവുള്ള ചേട്ടാ. ആ ഇനിയിപ്പോ ഓരോന്നോരോന്നേരത്തെ ഭംഗിയാക്കാൻ പോവാണല്ലോ. ഭംഗിയല്ലേ, അതായത് കൃഷി സ്ഥലത്തില് ഒരേ സമയം എല്ലാ സ്ഥലവും ഭംഗിയായിട്ട് കാണില്ല. ഒരെണ്ണം ഇവിടെ ചെയ്യുമ്പോൾ വേറൊരെണ്ണം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് എന്താ പറയുക സാർ, ഇത് പച്ചപ്പ് നമ്മുടെ കൃഷി സ്ഥലത്ത് പ്രതീക്ഷിക്കണ്ട കേട്ടാ. അല്ല ചേട്ടൻ അങ്ങനെ ചെയ്യാ. ആ അല്ല ചേട്ടൻ ഒറ്റയടിക്ക് എല്ലാം കളഞ്ഞിട്ട് ഒറ്റയടിക്ക് വെക്കും. പിന്നെ പൂമ്പോൾ ഒരുമിച്ച് എല്ലാം കഴിയും. കുറെ നാളത്തേക്ക് പച്ചക്കറി ഉണ്ടാവില്ല അവിടെ. അതെ, നോക്കിയേ ചീര തൈലാണ് നമ്മൾ കുറേ മുളച്ചോണ്ട് നനയ്ക്കണാ പറക്കണേല് മുന്നേ. ആ വെറുതെ നനച്ചു കൊടുത്തോ, ഇവിടെ വെറുതെ ചീരിച്ചു കൊടുത്തോ വെള്ളം. ആ ആ എന്തൊരു ഉഗ്രം കാറ്റ് നോക്കിയാ. ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരായി. കുറെ കാലമായിട്ട് ഫ്ലാറ്റിനെ കുറിച്ച് പറയാറില്ലായിരുന്നു. കണ്ട ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാര് കണ്ട. പക്ഷെ മഴ പെയ്താ ഭാഗ്യം എന്ന് പറയാം. സ്ഥലല്ലേ അവിടെ ഫുള്ളായി നനച്ചേ. എല്ലാം ഫുള്ളായി നനക്കി. എന്തിനാ? എനിക്ക് വഴിയുണ്ട്. എനിക്ക് വഴിയുണ്ടെന്നല്ല, അത് ഈ തിണ്ടുകളൊക്കെ നനക്കി ഒന്ന് പറഞ്ഞ് നനച്ചു കൊടുക്ക്. അത് മൂടാൻ പോവാ, നനച്ചു കൊടുക്ക്. ഞാൻ പറഞ്ഞത് കേക്ക്. ഞാൻ എന്തിനാന്ന് പറയും. ചേട്ടനായ കാരണം കൊണ്ട് എനിക്ക് സമാധാനം ഇല്ല. ചേഞ്ച് ആക്കാൻ പോണ്. എന്തുട്ട് ചേഞ്ച്? ഇതൊക്കെ വലിച്ചു മാറ്റി നടാൻ പോവാണോ? നല്ലതിൽ വരുന്നുണ്ട്. നല്ലതിൽ തന്നെയാ. അതിന് വേറെ വഴി കൂടി ചെയ്യണം എനിക്ക്. അതായത് ഇപ്പൊ ഒരു ദിവസം നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 2 ദിവസം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലേ ഇവരൊക്കെ അവരെ ആ കുഴികളൊക്കെ ഞാൻ നിറച്ചതാ. ഇതേ കുഴിയിലൊക്കെ വെള്ളം നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? തിണ്ട് എന്തിനാ പൊട്ടിക്കണേ? തിണ്ട് പൊട്ടിച്ചിട്ടാക്കെ ആലോചിക്കാൻ. തിണ്ട് പൊട്ടിക്കല്ലേ, തിണ്ട് പൊട്ടിക്ക്. അയ്യോ തിണ്ട് ഞാൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചില്ലേ, ഈ തിണ്ടില്ലേ ഇങ്ങനെ ആക്കിയിട്ട് തിണ്ട് പോലെ ആക്കിയിട്ട് ഇതില് വെള്ളം അടിച്ചിട്ട് വേണ്ട വേണ്ട വേണ്ട. നോക്കിയേ ചുണ്ടങ്ങേനെ നോക്കൂ സുഹൃത്തുക്കളെ. അങ്ങനെ ചുണ്ടങ്ങയുടെ യുഗം അവസാനിക്കുകയാണ്. ഉണങ്ങി, എല്ലാം ഉണങ്ങി, എല്ലാം ഉണങ്ങി. ഇനി ഈ വിത്തൊക്കെ വീണ് ഇവിടെ മുളച്ചാൽ ഇവിടെ മുളക്കണത് ചുണ്ടങ്ങല്ലേ ചേട്ടാ? നോക്കാണ്ട് പറയല്ലേ, നോക്കിട്ട് പറയ്. അതല്ല ഞാൻ പിന്നെ എന്തൊരു ചെയ്യണ്? ഏതൊക്കെ ചുണ്ടങ്ങല്ലേന്ന്? അത് ചുണ്ടങ്ങ. നിറയാണ്. അപ്പൊ അവർക്ക് ചേട്ടനെ വിട്ടുപോവാൻ ഇതില്ല. അവരവരുടെ മക്കളെ തന്നിട്ടാണ് അവര് പോണേ. ഞങ്ങളുടെ മക്കളെങ്കിലും നന്നായി നോക്കിയോളോ. ഞങ്ങളോട് ചെയ്ത ചതി ഞങ്ങളുടെ മക്കളോട് ചെയ്യിക്കും. കാല് ചെളി കാണുമ്പോ കഴുകി കളയാൻ തോന്നാ. ഉള്ളില് മുള്ളാണ്. ചേട്ടാ ഇതുമ്പോ ചക്കി ഉണ്ടാവുണ്ടാ. അല്ല സജീവൻ ഈ പ്ലാവുമ്പലേ വലിച്ചു കേട്ടാ എവിടേക്ക് എന്തിന്? അല്ല ഇതിന്ന് രക്ഷപ്പെടാൻ. അത് പറയണ്ടോ, മര്യാദക്ക് ചാവാനും സമ്മതിക്കില്ലേ? അവനൊക്കെ കൊല്ലില്ലേ പൊടിപ്പിക്കണം. അയ്യോ മുള്ളു കയറി. ആ മുള്ളുണ്ട് ഇട്ടേ ഉണ്ണിയേ. ആ മുള്ളുണ്ട് മുള്ളുണ്ട്. കുഴപ്പമില്ല, അടിപൊളി കേട്ടോ. അപ്പോൾ നന്നായി വരിക. അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. സരിത എൻ്റെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ചുണ്ടങ്ങിക്ക് നന്നായി വരാൻ. എന്താ പഴമക്കാര് പറയില്ലേ, വയറ് നിറച്ച് തിന്നാൻ കൊടുത്തു അഞ്ഞത്തൊരു ചവിട്ടും കൊടുക്കുന്നു. ചേട്ടാ അനുഗ്രഹവും കൊടുത്ത് ഇഷ്ടംപോലെ വളമൊക്കെ ഇട്ട് കൊടുത്തു.
എല്ലാത്തിൻ്റെ കടക്കെ തീയിട്ടു. അതെ, നല്ലൊരു മാറ്റം, ശുഭലക്ഷണം കാണിച്ചു തരാം. നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിൽ കയ്യിരുന്നില്ല, ഇതിലത്തെ ചാണം കലക്കി ഒഴിച്ചു. നോക്കിയേ, നല്ല പച്ചപ്പയിര് തരുതേ. ഒരു നരച്ച ആ ഒരു കാപ്പി കളർ സാധനം വന്നത് ഇല്ലാണ്ടായി പോണ ഒരു സ്ഥിതി വിശേഷം വന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ നോക്കിയാ നല്ല ഭംഗിയായി. നോക്കിയായിരിക്കും. ചേട്ടാ ഇതിന്ന് വെള്ളം മുക്കിയിട്ടല്ലോ നനയ്ക്കണേ. ആ, നല്ല ചാണം വെള്ളല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലിട്ടുണ്ടായിരുന്ന ഗപ്പിക്കൂട്ടന്മാരൊക്കെ എന്തായാ ഒക്കെ ചത്തുണ്ടാവൂല്ലേ? അതിലുണ്ടാവും. ഈ ചാണം വെള്ളത്തിലാ? അവറ്റകൾക്ക് കുഴപ്പമൊന്നുമില്ല, ഗപ്പികൾക്ക് കുഴപ്പം. ഞാനേ ചീര നടാൻ പോകും. അയ്യോ, ഇവിടെ അടിച്ചു വാരാനല്ല ചേട്ടാ ചൂലും കൊണ്ട് വരാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ല, അമ്മ അവന്റെ കടയൊക്കെ വൃത്തിയാക്കി അടിച്ചു വാരി കഴിഞ്ഞാൽ ആ ചവറ് എവിടേക്ക് ഇതിന്റെ ഇടയിലായിരുന്നു, മറ്റേ നമ്മുടെ ഈ കയറിന്റെ അല്ലേ? ഞാൻ ചൂലെടുത്തിട്ട് വരാം, അപ്പോഴേക്കും ഇത് നിറയുള്ളൂ. അടിപൊളിയില്ലേ? നിനക്ക് ചീര നടന്ന ആഗ്രഹം ഉണ്ടാ? ചീര ചേട്ടൻ പറഞ്ഞോ, ഞാൻ ചൂലെടുത്തിട്ട് വരാം. എനിക്ക് അടിച്ചു വാരലാണ് എൻ്റെ ഹോബി. മോനെ മോനെ ഇവിടെ നിന്നേ, ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം. വയ്യോ, ഓടിയോ? എന്തുട്ടാ സംഭവം ഉണ്ടോ? അത്ഭുതം ഉണ്ടോ? വാ, ഭയങ്കര അത്ഭുത. ഒരു കാര്യം പറഞ്ഞ അനുസരിക്കില്ല. എന്തുട്ടാ സാധനം? വന്ന് അനുസരണ എന്ന് പറയണ ഇപ്പൊ തീരില്ലാണ്ടായി ചേട്ടന്. ഇത് എത്ര നാള് മുന്നേ ഞാൻ പറഞ്ഞതാ, ഇത് നമുക്ക് പൊട്ടിക്കാൻ പറഞ്ഞു. ഇനി ഇത് ഇനിയും വലുതാവും, ഇത് ഇനിയും വലുതാവും എന്നിട്ട് നിർത്തിയതല്ലേ ഈ കോളിഫ്ലവർ. നോക്കിയപ്പോ നോക്കിയതാകെ ചീഞ്ഞ പോലെ പൊട്ടമണം വരുന്നു. ആ കണ്ടാ പൊട്ടമണല്ലേ നിറയിച്ചൊക്കെ വരുന്നേ. ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയതാന്നറിയോ? മര്യാദയ്ക്ക് നല്ല തിന്നാൻ യോഗം വേണം, പണിയെടുത്താൽ മാത്രം പോരാ. അതെന്റെ കാര്യത്തിൽ മാത്രല്ല, നിനക്കും തിന്നാൻ യോഗ ഇല്ല. എനിക്ക് യോഗമില്ല. പൊട്ടിക്കണപ്പോ ചേട്ടന്റെ യോഗം തന്നെ ചേട്ടനെ കല്യാണം കഴിച്ച കാരണം. അയ്യേ, അത് കൈയിട്ട് മാന്തല്ലേ, ഞാൻ ചെത്തി കളഞ്ഞോളാം. ബാക്കി വെക്കാൻ പറ്റുമോ? കൂട്ടാൻ വെക്കാൻ പറ്റുമോ? ഇനിയുള്ള പൊട്ടിച്ചോ? ഇനിയുള്ളതും പൂവല്ലെങ്കിൽ ഇനിയുള്ളതും പൂട്ട ചേട്ടാ. രണ്ടെണ്ണം കൂടി ഉണ്ട്, അതും കൂടി പൊട്ടിച്ചോ. എന്തിനാ? കേട് വന്ന് കളയാനാണോ? അതാ പറഞ്ഞ പൊട്ടിച്ചോളാൻ. ഇനി വലുതാവാൻ നിക്കണ്ട, വലുതാവാൻ നിർത്തിയത് പോലെയാവും. വേണ്ട പ്ലീസ് പ്ലീസ്. ചെളിയില് ഇപ്പിരിക്കും. 4 മതി മതി. വഴിയിലേ അടിക്കുമ്പോഴേ നോക്കിയാ ഈ സാധനം കണ്ട, ഈ പുല്ല് നിനക്ക് വലിക്കാൻ പറ്റിങ്ങ വലിച്ചു വെറുതെ തമാശക്ക് പറ്റില്ലേ? ജഗ്ഗു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോളെ. ഇവിടെ നമുക്ക് വൻ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കാണിച്ചു തരാം. നോക്കിയേ, അടിപൊളിയായിട്ട് നമ്മുടെ നോക്കി ചോളം കണ്ട നല്ല വലിപ്പത്തിൽ വരുന്നതാ കുഴിയിൽ. നോക്കിയേ, ഈ ചോളം കണ്ട ഒടിച്ചിട്ടിട്ട്, ഈ ചോളം കണ്ട ഒടിച്ചിട്ടിട്ട്. അത് ചേട്ടന്റെ വല്ല ആരാധകരായിട്ടുള്ള വല്ല ജീവികളായിരിക്കും. കൊക്കുകള് ആയിരിക്കും. ചേട്ടൻ പറക്കണ്ടല്ലോ, ചേട്ടന് പറക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കും പറിച്ചിട്ടൂടെ വിചാരിക്കണ്ടോ അവര്? ഞാൻ എന്ത് പറിച്ചിരുന്നത്? കൊക്കുകളാണ്ടി അവര് ഇതിന്റെ ഇട കൂടെ വന്നിട്ടേ ഇങ്ങനെ നടക്കും. സത്യത്തെ കൊക്കുകളാണ് തൊടിച്ചിരുന്നത്. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊടിയും ഈ സാധനം അവറ്റകള് കഴുത്ത് ഒന്നുമില്ല. ചേട്ടന്റെ ഞാനിവിടെ കാണുന്നതിൽ ഇപ്പം 4 കൊക്കുകളുണ്ട്. 4 ഇതിന്റെ ഇടകൂടെയാണ് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയാണ് ഈ നമ്മുടെ ഈ ചോളം, മനോഹരമായ ചോളം നാശമായി പോകുന്നത്. ശരിതാ, നമ്മുടെ ഈ വെണ്ടയില്ലേ, വെണ്ട ഇങ്ങനെ കുഴികളായിട്ട് ആക്കി വെച്ചോണ്ടല്ലേ. അപ്പൊ ഇതിന്റെ ഇത് ഇടത്തട്ട് തിണ്ടുകളാണ് തട്ടിയിട്ട് ചവറിട്ട് കൊടുത്താലോ? തട്ടണ്ട ചേട്ടാ, വേണ്ട. അല്ലാണ്ട് ചവറിട്ടൂടെ? ചവറിടുമ്പോ നമുക്ക് കുഴി ചവറിടാ അല്ലേ? ഓരോ വക ഐഡിയകളേ. എന്തൊരു ഭംഗിയാണത്. പടിഞ്ഞാറ് നിങ്ങടെ കാറ്റില്ലേ, പ്ലാസ്റ്റിക് അടിക്കുമ്പോ ഇങ്ങോട്ട് കൂട്ടിട്ടോ.
കേട്ടാ. ഇതിലേക്ക് നിറച്ചോ. സാധാരണ നനയ്ക്കുമ്പോൾ കൊക്കുകൾ വരാറുണ്ട് കേട്ടാ. നനയ്ക്കുമ്പോൾ പുല്ലിന് നനയ്ക്കുമ്പോഴാണ് മെയിനായിട്ട് കൊക്കുകൾ നിറച്ച് തരാം. അതിൽ പ്രാണികൾ പൊന്തും വെള്ളം അടിക്കുമ്പോൾ. അപ്പോൾ ആ പ്രാണികൾ തിന്നാൻ വരുന്നത്. ചേട്ടൻ കൈയിടാൻ വരട്ടെ, ആദ്യം നിന്ന് തട്ടി. ഇത് മുമ്പ് കിടന്നുടന്ന ചവറാ, ഇപ്പം തന്നെ അടിച്ചു കൂട്ടി ചവറാണെങ്കിൽ കുഴപ്പമില്ല. കൊക്കുകൾ അങ്ങനെയാണ്. അല്ല അപ്പം അവരേ അറ്റൾ നടക്കണത് കാണുമ്പോളേ ചേട്ടൻ മാങ്ങ പഴയതാവും, ഒരു കേടില്ലാത്ത മാങ്ങ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കവറിടാൻ പോകാട്ടാ. അതോ ഇത് കൊണ്ടിട്ട് എല്ലാതരം വേണ്ടിണ്ട്. അയ്യോ എൻ്റെ ഇത് നട്ട് തുടങ്ങിയിട്ടില്ലേ സരിത? ഏത് ചീരയാ? ആ ചീര. അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോന്നു. അതാടാ. ആ ഞാനാ വിളിച്ചല്ലേ ചേട്ടൻ ഇങ്ങോട്ട് കോളിഫ്ലവർ കാണിക്കാൻ. അല്ല അത് നന്നായി. ഞാനീ കാണുന്നില്ലേ, അത് നാശമായി പോവും. അത് മുക്കാല് നാശമായി. മുക്കാലേ നാശമായി. ആരോ പറഞ്ഞു മാവിൻ്റെ ലീലി, ആരോ പറഞ്ഞല്ല, കർഷക ഇതില് കണ്ടതാണ് ഈ മാവിൻ്റെ ലീലി. മാവിൻ്റെ എല്ലാ തടങ്ങൾക്ക് അധികം നല്ലതല്ല. ആണോ? എന്തെങ്കിലും ആസിഡിന്റെ ഇത് ഉണ്ടാവോ? അന്ന് ചിടണ്ട മാവിന്റെ നമ്മുടെ മഹാഗണിയിലല്ല ഇഷ്ടം പോലെ അടിച്ചു കൂട്ടിയേക്കണ്. അല്ല ഇത് കുഴപ്പമില്ല. മാവിൻ്റെ നമ്മള് മറ്റേ ഈ പൊതയിടുന്നോണ്ട് കുഴപ്പമില്ലെന്നുണ്ട്. പിന്നെന്തുട്ടാ കടക്കിലേ പൊട്ടാന്ന് പറയണേ? ചേട്ടൻ തന്നെ എല്ലാം പറയണേ. പൊട്ടയാന്ന് ചേട്ടൻ തന്നെ പറയണു. കുഴപ്പമില്ല. അല്ല ഞാനിപ്പോ ഇങ്ങനെ ഓരോരുത്തർ പറയണത് ഒക്കെ വായിക്കില്ലോ നമ്മള്. മുച്ചു ചൂണ്ടുടു 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 കുട്ടി ചൂണ്ടുടു കുട്ടി കുട്ടി. പേളി വന്നൂലോ, പേളി വന്നു. പേളി ആ പയറിനടക്കില്ല സരിത? ആ പയറിനടല്ലേ? പേളിയ എന്താ മുത്തേ? ചുഞ്ചിരി മുത്ത് ഇവിടെ ബിക്കറ്റില്ല. മുത്തേ ഈ വെണ്ടയൊക്കെ കളയാറായില്ല ചേട്ടാ? ഈ വെണ്ട മിണ്ടാവല് കഴിഞ്ഞില്ലേ? ഈ വെണ്ട മിണ്ടാവല് കഴിഞ്ഞില്ലേ ചോദിക്കുക. ഈ വെണ്ടേ ഉണ്ടാവും. പക്ഷെ വെണ്ട കളയുമ്പോ ചെണ്ടുമല്ലി കളയണ്ടാട്ടാ. പേളിയുടെ വയറ് കാണൽ ചടങ്ങ് നടത്തണ്ട നമുക്ക്. അല്ലേടി പേളിയെ, അല്ലേടി സുന്ദരൻ. ഞാനേ ചീര പറിക്കുക. ആ പറിച്ചോ. കണ്ട ചീര കണ്ട നല്ല വലിപ്പുള്ളത് കണ്ട. കട്ട കുത്തി നിൽക്കാൻ പാടില്ല ചീരകളെ. അപ്പോൾ കട്ട കുത്തി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. സരി തോന്നാ ഇതേ പേളി പോയ്യാ? ഇല്ല, അവള് ദേ അവിടെ കിടക്കണം. ദേ വരുന്നുണ്ട് ഇങ്ങോട്ട്. ചായ വെച്ചാലോ? ചിരിക്കണ്. ചായ വേണ്ട, കാപ്പി മതി. വയ്യാണ്ടായി മിറ്റടിച്ചപ്പോ. ഈ ഒരു ലോകം മുഴുവൻ അടിച്ചു വാരുന്ന എന്നോടോ ബാല? ഈ ഒരു ഇത്തിരി സ്ഥലത്ത് അടിച്ചു വാരിയിട്ട് ക്ഷീണിച്ചു വന്നു. ചായക്ക് തിന്നാനൊന്നും ഉണ്ടാക്കിയില്ല, അതാണ് വാസ്തവം. അല്ലെങ്കിലും ഉണ്ടാക്കാറൊന്നും ഇല്ല കേട്ടാ. അല്ല ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ നിന്നിട്ട് വീഡിയോ നീ നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂല ഇവിടെ നിന്നിട്ട്. ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഞാൻ വേറെ കുറച്ച് പണികൾ സഹായിച്ചില്ലേ. കാപ്പി ഉണ്ടാക്കി ജഗുന് വേണം കാപ്പി? വേണ്ടേ?
തലയിൽ കണ്ണി മാങ്ങ വീണാലും കുഴപ്പമില്ല, നാളികേരം വീഴരുത് മതി. നാളികേരം ആ കേട്ടോ കൊതുമ്പുകള്. അപ്പൊ അയാളെന്താണാവോ തെങ്ങ് വൃത്തിയാക്കാഞ്ഞേ? മറ്റേ കൊതുമ്പുകളില്ലേ, അത് കിടന്ന് ഇങ്ങനെ ആടുണ്ട് കേട്ടോ നിറച്ച്. അത് ചെലപ്പോ നേരെ വന്ന് കുത്തിക്കൊണ്ടല്ല അതിന്റെ മോനെ കണ്ട ആടണ കൊതുമ്പിന്റെ കൊതുമ്പെന്നിട്ടാന്നറിയോ നിനക്ക്? ഇങ്ങനെ വഞ്ചി പോലത്തെ. ആ കത്തിയാൻ നല്ല സുഖം. അപ്പൊ ഞാൻ കാപ്പി വെച്ചിട്ട് വരാം. 3 കാപ്പി. കടിയൊന്നുമില്ല, 3 കാപ്പി ഓൺലി. അല്ലെങ്കിൽ അങ്ങനത്തെ കടികളൊന്നും ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ ചേട്ടാ. അല്ല പിന്നെ ഈ ചീരിക്ക് ഇങ്ങനെ വെള്ളം വിടണല്ലോ. അപ്പോൾ ഒരു ആരോപണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം വിടുമ്പോൾ ഈ മണ്ണ് കട്ടയെ ഉറച്ച് പാറ പോലെയാവുമെന്നാണ് പറയണത്. പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇനി ചപ്പ് ചവറൊക്കെ നിറച്ച് ഇതൊക്കെ എഴുതിയിട്ട് ഇടും. ഇതിൻ്റെ ഇടയിൽ നല്ല മണ്ണിളക്കം ഉണ്ട് കേട്ടോ. കളച്ചപ്പളെന്ന് മനസ്സിലാവുന്നത് ഇതിൽ ഭയങ്കര മണ്ണിളക്കം ചവറുണ്ട്. അപ്പോൾ നമുക്ക് കാപ്പി നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് നനയട്ടെ. വൈകുന്നേരമായി തുടങ്ങി, ഇരുട്ടായി. ജഗ്ഗുവിൻ്റെ കാപ്പി. നിന്റെ കാപ്പി ഇതേ അല്ല, എൻ്റെ ഞാൻ കാപ്പി വെച്ചിട്ടില്ല. എനിക്ക് കാപ്പി കുടിക്കാൻ എന്താണ് ഒരു മൂടില്ല. ചില ദിവസം എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നാറുള്ളൂ, എനിക്ക് വേറെ ദിവസം തോന്നാറില്ല. ഇനി തോന്നിയപ്പോഴാന്ന് പറയും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30 ആയിട്ട് ഇനി ഇരിക്കില്ലേ, അപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നും ചിലപ്പോൾ. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കേണ്ടതെന്ന് വെച്ച് വെക്കില്ല. ചിലപ്പോൾ അതികഠിനമായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു ചായ വെച്ച് കുടിക്കും. അപ്പോൾ ജഗ്ഗു വന്നിട്ട് എൻ്റെ നിന്ന് പകുതി ചായ വാങ്ങിച്ച് കുടിക്കും. എന്നിട്ട് പേളി എൻ്റെ പിന്നാലെ അങ്ങോട്ട് വന്നു ചായ വയ്ക്കാൻ പോയപ്പോൾ. അപ്പം ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ഇന്നലത്തെ മിഞ്ഞാന്നത്തെ ഏതോ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ പേളിക്ക് മാത്രം ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണില്ല എന്ന്. എങ്ങനെയാ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ കമൻറ്റ് ഇടാൻ തോന്നണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത ആൾക്കാർക്കേ കഷ്ടമുണ്ട്. നമ്മൾ അങ്ങനെ ഒക്കെ പറയാൻ പാടുണ്ടോ അല്ലേ? എന്ത് കഷ്ടമാണ്. എല്ലാ വീട്ടിലും ഉണ്ട്, ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും തിന്നാൻ കൊടുക്കും, എല്ലാ വീട്ടിൽ നിന്നും കൊടുക്കും. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വിട്ട് കൊടുക്കും. അങ്ങനെ തന്നെ. ആ പ്രസവിക്കാൻ സ്ഥലം തപ്പിയിട്ടാണ് നടക്കണം അവള്. അവൾക്ക് ശാന്തം. നമ്മുടെ അവിടേക്ക് വരുന്തോറും നല്ല ശാന്തതയാണ്. ഒരാളനക്കോ ഇല്ല, വണ്ടികളുടെ ബഹളോ ഇല്ല, ഒന്നുമില്ല. അവിടെ ഒന്നും തോന്നുന്നുണ്ട് ചേട്ടാ. ഇനി വലിയേട്ടൻ്റെ മോട്ടർ വരാം, അതിൻ്റെ ചുറ്റും ഇടയ്ക്ക് നടക്കുന്നതാണോ. ആടും ജലറാണികളെന്നും ചൂടും തരിമുത്തും വാരി ക്ഷീണിച്ചെന്നാഥനടഞ്ഞാൽ ഞാൻ എന്താണീകുവതപ്പോൾ ചീവന്തിപ്പൂമണമേറ്റ് മൂവന്തി മയങ്ങും നേരം സ്നേഹത്തിൻ മുന്തിരി നീരും സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂടും നൽകും. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു, ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു, ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു. എന്താ 2 കയ്യിൽ കപ്പ്? ജഗുഞ്ചില്ലേ?